ഐ.വി സിഗ്നേച്ചർ സ്റ്റോറീസിലേക്ക് മിഷിറ മാമിനെ ഇൻവൈറ്റ് ചെയ്യുവാണ്. താങ്ക് യു മാം. യെസ്. എങ്ങനെയാണ് നമ്മുടെ ഒരു ജേർണി എന്ന് പറയുന്നത്? ലൈക്ക് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് വരുന്നത്? ഞാൻ ആക്ച്വലി ഒരു കോയിൻസിഡൻസ് പോലെയാണ് ഞാൻ ഈ ഒരു IVSലേക്ക് എത്തിച്ചേർന്നത്. ഒരു 1 വീക്ക് ഒരു കോഴ്സിനായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മാമിനോട് പേഴ്സണലി ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആൻസർ കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടിയപ്പോൾ പിന്നെ മാം പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. അങ്ങനെയാണ് IVSൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്. അതെനിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്താണ് ഞാൻ കണക്റ്റഡ് ആവുന്നത്. ടാക് മാംഗോയുടെ കാര്യം ചോദിക്കുന്നു, അതിന് സൊല്യൂഷൻ കിട്ടുന്നു, പിന്നെ അത് കറക്റ്റായിട്ട് അത് കറക്റ്റ് ആക്കുന്നുണ്ട്, ഒരു ചലഞ്ചിൽ നിൽക്കുമായിരുന്നു. അത് മാത്രമല്ല ലൈഫിലും വലിയൊരു ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെ പോവുകയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, അന്ന് സംസാരിക്കുമ്പോഴാണ്. പക്ഷെ അവിടെ നിന്ന് ഇന്നിപ്പം ഈ ഒരു ജേർണി ഒരുപാട് നാളൊന്നും ആയിട്ടില്ല നമ്മളിവിടെ വന്നിട്ട്, 8 months പക്ഷേ 8 months, പക്ഷേ അതൊരു വളരെയധികം ചേഞ്ചസ് ആണ് ചേഞ്ച് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓപ്പൺ ബുക്ക് അക്കാഡമി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം, അവിടെ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ അന്ന് മനസ്സിലായിട്ടുണ്ട്, ഒരു സീലിംഗ് എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും, ആ സീലിംഗ് നമ്മൾ പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ ദ തിങ് ഈസ്, അപ്പം തന്നെ അതിനൊരു ആക്ഷൻ എടുക്കണം, എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണം എന്നൊരു ഉള്ള ഒരാളാണ്. ആ ഒരു സ്പിരിറ്റ്, ആ ഒരു എനർജി ഞാൻ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് അത് തുടങ്ങിയത്? ഞാൻ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര പ്രോക്രാസ്റ്റിനേഷൻ ആയിരുന്നു. എല്ലാത്തിനും ഐഡിയാസ് ഉണ്ട്. ഞാൻ മാമിനുമായിട്ട് കണക്ട് ചെയ്ത സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ദ റിസൾട്ട് ഓഫ് ആക്ഷൻസ്. അത് ഇൻറ്റൻഷൻ വെച്ച് നിന്ന് കഴിഞ്ഞാൽ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കി. മാമുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് മാം എന്നോട് ഗോൾസ് എന്താന്ന് ചോദിച്ചപ്പോൾ ആക്ച്വലി ഐ ഡിഡ്ന്റ് ഹാവ് എനി ഗോൾസ്. എനിക്കൊരു ഗോളും ഉണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് മൈ ഓഫ്ലൈൻ അക്കാഡമി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. മാം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ആ ഗോൾസ് അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നപ്പോഴാണ് ഞാനൊന്ന് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്, ആക്ഷൻസ് എടുത്ത് തുടങ്ങിയത് അപ്പോഴാണ്. യെസ്. അതുമാത്രമല്ല, ആക്ഷൻസ് എടുത്തത് മാത്രമല്ല, പിന്നെ കാണുന്നത് ഞാൻ വേറൊരാളെയാണ് കാണുന്നത്. കരച്ചിനെ വീഡിയോ എടുക്കാൻ പേടിച്ച് നിന്നൊരാൾ പിന്നെ വീഡിയോസ് കൃത്യമായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പം ചിലപ്പോൾ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടാണ്. എന്നോട് പറഞ്ഞു, മാം എനിക്ക് 2 months ഉള്ള വീഡിയോസ് വരെ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, 30-35 വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ അത് ചെയ്യാൻ തുടങ്ങി. അത്രയും സിസ്റ്റം ബിൽഡ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. സോ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ്? അതുപോലെ പല ആൾക്കാർക്കും വീഡിയോയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്, വെളിയിൽ നിൽക്കുന്ന ഒരുപാട് വിമൻ ഉണ്ട്, ഒരുപാട് പേരുണ്ട് വീഡിയോയിലൊക്കെ വരാൻ പേടിക്കുന്ന ആൾക്കാർ. എങ്ങനെയാണ് അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തത്? ഞാൻ മാമിൻ്റെ മൈൻഡിൻ്റെ ക്ലാസ് രാവിലെ ഉണ്ടാവുന്ന മോർണിംഗ് സെഷൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു എനർജി ഫീൽ ചെയ്യും. എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൽ ലോ ആവുന്ന പോലെ ഫീൽ ചെയ്യും. ഇത് ഇപ്പം കുറച്ചായിട്ട് കണ്ടിന്യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അതായത് ഞാൻ ഓരോ കാര്യം ചെയ്യണം എന്ന് വിചാരിക്കാറേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ ഞാനത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. എവറി ഡേ എനിക്ക് എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ ഒരു മിഷനും കിടക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡും എൻ്റെ കയ്യിലുണ്ട്. ഓ ഗ്രേറ്റ്. അതിലൂടെയാണ് ഞാനിപ്പം എത്തിച്ചേർന്നത്. ഈ ഒരു മിഷൻ അച്ചീവ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. യെസ്. അതുമാത്രമല്ല, ഒരു ചെറിയ സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഇപ്പം അത് എക്സ്പാൻഡ് ചെയ്തു. യെസ്, 4 ക്ലാസ് റൂമായി. അതുമാത്രമല്ല, എന്നോട് അന്നൊരു ദിവസം പറഞ്ഞു, മാം എനിക്ക് പിള്ളേർ വന്നാലും എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് 15-20 പിള്ളേരെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെടുത്തുനിന്ന് 2 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരുന്നു. അത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെയാണ് തുടങ്ങിയത്? ചില സിറ്റുവേഷൻസ് നമുക്ക് വേഴ്സ്റ്റ് ആയിട്ടൊന്ന് ഫീൽ ചെയ്യും, പക്ഷേ അത് ശരിക്കും നമുക്കൊരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരിക്കും. എനിക്ക് ഈ സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു 15 സ്റ്റുഡൻസ് വേണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ കൗൺസിലർ അതിലേക്ക് ഇറങ്ങിയപ്പോൾ ആൾ ഏകദേശം 43 സ്റ്റുഡൻസിനെ കൊണ്ടുവന്നു. പക്ഷേ എൻ്റെ അക്കാഡമി അതിന് സാറ്റിസ്ഫയബിൾ അല്ല, അത്രയും കംഫർട്ടായിട്ട് ഇരുത്താൻ പറ്റില്ല. അങ്ങനെ ഞാൻ വേറൊരാളടുത്ത് ചോദിച്ചപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ആൾ എന്നെ ഹെൽപ്പ് ചെയ്യാതെ പോയി. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് എന്തോ നല്ലതിനാണ് എന്ന് ഞാൻ ചിന്തിച്ചു. അത് നല്ലതിന് തന്നെയായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ വേറൊരു അക്കാഡമി നോക്കി പോയത്.
ആ അക്കാഡമി ഇപ്പം എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ആസ്ക് ബിലീവ് റിസീവ് അല്ലേ. അത് ചോദിച്ച് അത് ബിലീവ് ചെയ്യുകയും അത് റിസീവ് ചെയ്യുകയും ചെയ്ത ഒരാളും കൂടിയാണ്. കാര്യം എന്താണോ കംപ്ലീറ്റ്ലി പറയുന്നത്, അത് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഫെയ്ത്തും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ആക്ഷൻ എടുക്കുമ്പം ചിലപ്പോൾ നമുക്ക് അറിയാം അതിലോട്ടാണ് എത്തുന്നത്, പക്ഷെ ആ ഒരു ഫെയ്ത്തും കൂടെ ഉണ്ടാകുമ്പോഴാണ് അതിനകത്തോട്ട് എത്തുന്നത്. അയ്യോ അതെന്തിനാ എനിക്ക് തന്നത് ദൈവത്തിനോട് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ അതെനിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ ആവായിരുന്നു. പക്ഷെ ഞാൻ ഇതെന്തിനോ നല്ലതിനാണെന്ന് ഫീൽ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഞാനും മുന്നോട്ട് നീങ്ങി. ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ ഒരു അക്കാഡമി കിട്ടുന്നത്. അതെ അതെ. അപ്പോൾ ഇത് എടുക്കണോ, എന്താ ചെയ്യേണ്ടത് മാം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും നോക്കാനില്ല, എന്ത് ഡൗട്ട് വന്നാലും ഞാൻ വേഗം മാമിന് ഫസ്റ്റ് മെസ്സേജ് മാമിനാ വരാം. കാര്യം അവിടെ ഒരു ഞാൻ എടുക്കണോ അല്ലെങ്കിൽ അതൊരു റിസ്ക് ആവുമോ എന്നുള്ളത്. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ലെവലിലേക്ക് വന്ന് കരച്ചിന പല കാര്യങ്ങൾ. എന്നാൽ ഞാൻ എപ്പോഴും പറയും ഫോക്കസ്ഡ് ആവണം. അതേ സമയത്ത് നമ്മളുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള പല ഓപ്ഷൻസ്, പല കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ അക്കാഡമി തന്നെ പല കാര്യങ്ങൾ അല്ലെ സർവീസസ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വെറും സ്പോക്കൺ ഇംഗ്ലീഷിലായിരുന്നു. പക്ഷെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത സമയത്ത് ഞാനൊരു 10+ കോഴ്സസ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം 10+ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷും ഫോണിക്സും IELTS ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്, അബാക്കസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സമ്മർ ക്യാമ്പും ഫൗണ്ടേഷൻ കോഴ്സസും അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വർക്ക്ഷോപ്സ് ആയിട്ട് ഒരുപാട് വർക്ക്ഷോപ്സ്, അതായത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. യെസ്. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ ഒരു തിങ്കിങ് വന്നു എന്നുള്ളതാണ്. അപ്പം അത് മാത്രമല്ല ടീമിനെ ബിൽഡ് ചെയ്യുക. അത് ഞാൻ എപ്പോഴും പറയും, ഇത് മാത്രമല്ല, ഈ മാസീവ് ആക്ഷൻ ഉണ്ടാവുന്ന മാത്രമല്ല, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് മിഷറമൻ വളരുന്ന ഞാൻ കണ്ടു. ഞാൻ ഓരോരുത്തരെയും ഞാൻ എപ്പോഴും പറയും, കമ്മ്യൂണിറ്റിയിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ എപ്പോഴാണ് ആ ആക്ഷൻ എടുക്കുന്നത് അപ്പോഴാണ് ഞാൻ പറയുന്നത് അടുത്ത എടുത്തോ, അല്ലെങ്കിൽ പറയാം ഒന്ന് വെയിറ്റ് ചെയ്തോ, അത് കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാമെന്ന് പറയും. ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് വളരുന്നത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീമിനെ ബിൽഡ് ചെയ്യുക, അത് പല ആൾക്കാരും ചോദിക്കുന്നത് ഞാൻ ഇപ്പോൾ ബിൽഡ് ചെയ്യട്ടെ എന്നൊക്കെ. അപ്പം ഞാൻ പറയും, ചില സമയത്ത് നമ്മൾ തന്നെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അവിടെ ടീമിനെ ബിൽഡ് ചെയ്തു, നമ്മൾക്ക് ഒന്നും കൂടെ ഫ്രീഡത്തിലൂടെ ചിന്തിക്കാൻ, തിങ്ക് ചെയ്യാൻ. നേരത്തെ മിഷർ മാം ആയിരുന്നു ഫുൾ അതിനകത്ത് എൻഗേജ്ഡ്, എല്ലാ കാര്യങ്ങളും ഒറ്റൊരാൾ എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ആ ഒരു തിങ്കിങ് മൈൻഡിലേക്ക് ആസ് എൻ ഓൺട്രപ്രനർ ലെവലിലേക്ക് തോട്ട് പ്രോസസ് പോയപ്പോൾ എന്താ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? എന്ത് ഫ്രീഡം ഫീൽ ചെയ്യുന്നു? എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഡിവൈഡ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഒരു 10+ സ്റ്റാഫ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാഫ്സിന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതേസമയം എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഞാനൊരു ഫ്രീലാൻസ് ഇംഗ്ലീഷ് ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനറും കൂടിയാണ്. അപ്പോൾ എൻ്റെ വർക്കും എനിക്ക് ഒരുപോലെ പാരലലി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. യെസ്. അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്, മാം എനിക്ക് 20,000 ഞാൻ ഇതിനകത്ത് വിട്ടുപോയാൽ എനിക്ക് അത് ഇൻകം എങ്കിലും എനിക്ക് മന്ത്ലി എനിക്ക് വേണം എന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ലിമിറ്റഡ് ആയിരുന്നു. അവിടെ നിന്ന് 1 lakh കഴിഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. ഞാൻ ഇനിയിപ്പോൾ നമ്മൾ ലിവറേജ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഓക്കെ, അതിനൊക്കെ ഒരു ടൈമുണ്ട്, അതനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ ആ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയുണ്ട്? ഇനി നമുക്കത് അതിലോട്ട് പോകാൻ പറ്റുമോ? ഇനി പിന്നോട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴാണ്, ഞാൻ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളായിരുന്നു. പക്ഷേ റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഹരമുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഒന്നിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ഇനിയും എക്സ്പാൻഡ് ചെയ്യാനാണ് ഫീൽ ചെയ്യുന്നത്, അല്ലാതെ പിന്നോട്ട് പോകാനെന്നുള്ളൊരു മനസ്സേ ഇപ്പം ഇല്ല. അത് റിസ്ക് എത്രത്തോളം ആണെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ളൊരു മൈൻഡ് വന്നു. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തു, എൻറ്റയർലി ഷിഫ്റ്റ് ചെയ്തു. യെസ്. അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അതിന് താഴോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാര്യം ചെയ്യാൻ നമ്മൾ ആ ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. അതുമാത്രമല്ല ഇപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന, ഒരു പോസ്റ്റർ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മുടെ വീഡിയോസ് കൺസിസ്റ്റൻറ്റ്, ഞാൻ പറഞ്ഞത് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും ചില ആൾക്കാർ ഇപ്പോഴാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ മിശ്രമം പറഞ്ഞ് അന്ന് തൊട്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അത് ഒന്ന് കാര്യം ടീം ബിൽഡ് ചെയ്യാൻ അതിൻ്റെ ഒരു എഫോർട്ട് അതിനകത്ത് എടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. സോ ആ കൺസിസ്റ്റൻസിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എല്ലാം വ്യൂസ് എല്ലാം കയറാൻ തുടങ്ങിയിട്ടുണ്ട്, എൻക്വയറീസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെ നോക്കി കാണുന്നു? കാര്യം വെച്ചാൽ നമ്മൾ അവിടെ നിന്ന്
ചിറകൊണ്ട് എനിക്ക് പറക്കാൻ പറ്റും എന്നുള്ള ആ ഒരു തിങ്കിങ് വന്നപ്പോഴത്തേക്ക് എന്താണ് ആ ഒരു എൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ? എൻ്റെ എബിലിറ്റീസ് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ആ ഒരു മൊമെൻറ്റിലാണ്. എൻ്റെ സർവീസ് ആൾക്കാർക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ലേ അത് എനിക്ക് ഗ്രേറ്റ്ഫുൾ അല്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് തോന്നി. യെസ്. അത് മൈൻഡ് സെറ്റ് ഞാൻ മാമിനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ആദ്യം മണി മേക്കിംഗ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് എൻ്റെ സർവീസ്, എൻ്റെ എബിലിറ്റീസ് അത് എനിക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ മൈൻഡ് മാറി. അത് മാറിയതിൻ്റെ ആ ഗ്രാറ്റിറ്റ്യൂഡും ആ ഒരു ഫീലിങ്ങും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അത് മാത്രമല്ല വളരെ കോൺഫിഡൻ്റ് ആണ് ഇപ്പോൾ. അതിൽ നമ്മുടെ വീഡിയോസിന്റെ പഴയത് എടുക്കുമ്പോഴും ഇപ്പൊ എടുക്കുമ്പോഴും എനിക്ക് നന്നായിട്ട് അതിന്റെ Confidence ഡിഫറൻസ് level കൂടി. മനസ്സിലാവും. ഇപ്പൊ പറയുന്ന വീഡിയോസിന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ലൈക്ക് അതുകൊണ്ട് അതിനകത്ത് ഷെയർസ്, ബാക്കി അല്ലേ കമന്റ്സുകൾ, Views ഒക്കെ കാര്യങ്ങളെല്ലാം കൂടുതൽ നല്ലതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മിനിമം 1000 എബവ് വീഡിയോസിന് വ്യൂസ് വരുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത്. അത് മാത്രമല്ല അത് നമുക്ക് കറക്റ്റ് ഓഡിയൻസിലോട്ട് നമ്മൾ എത്തുകയും വേണം. അതും ചെയ്യാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളത് വളരെ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു പാറ്റേൺ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റി വന്നപ്പോഴത്തേക്ക് നമുക്കുണ്ടായ ചേഞ്ചസ്, കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണെങ്കിലും എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് എനിക്കൊരു ഗോള് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആദ്യം ഫ്രീലാൻസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതിലൊരു ലിമിറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇത്ര മതി, ഇത് മതി, ഒരു ഹാഫ് ഡേ വരെ വർക്ക് ചെയ്യുക, ഏൺ ചെയ്യുക, ദാറ്റ്സ് ഇനഫ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷേ കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു. അതുപോലെ തന്നെ മാമിൻ്റെ ഓരോ സമയത്തും ഞാനൊന്ന് സ്ട്രെസ്ഡ് ആവുമ്പോൾ ചിലപ്പോൾ സമയത്ത് ലോ ആവാറുണ്ട് നന്നായിട്ട്. ഈ ലോ ആവുന്ന സമയത്തൊക്കെ ഒന്ന് മാമിനോട് മെസ്സേജ് അയക്കുമ്പോഴേക്കും മാം പറയും ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തോ, റിലാക്സ് ചെയ്തോ, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടിംഗ് ആണ് ഈച്ച് അതർ, നന്നായിട്ട്. അതുപോലെ തന്നെ മാമിൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആയാലും ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ് ആൾക്കാർ എല്ലാവരും. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അറ്റ് ദ മൊമെൻറ്റ് ആൻസർ ആയിട്ട് വരും എപ്പോഴും. അതൊരു ഭയങ്കര ഹെൽപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ഏത് കൺസൾട്ടൻസിയിൽ നമ്മൾ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ് ഏത് മൊമെൻറ്റിലും. അതുപോലെ തന്നെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ടുള്ളവർക്കാണ് ആ ഒരു സ്പെഷ്യൽ ഇത് നമ്മൾ കൊടുക്കുന്നത്. കാര്യം വെച്ചാൽ അത് അവിടെ ഒരു ചലഞ്ച് വന്നു. കാര്യം നമ്മൾ എല്ലാവരും മുകളിലോട്ട് കയറുമ്പോഴാണ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ലൈഫിൽ. നമുക്കൊരിക്കലും ചലഞ്ചസ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്ത് അങ്ങനെ പോകാൻ കഴിയില്ല. അവിടെ നമുക്ക് ഗൈഡൻസ് വേണം. ചിലപ്പം നമ്മൾ സ്പീഡിൽ പോകേണ്ട ടൈം ഉണ്ടാവും, സ്ലോ ചെയ്യേണ്ട ടൈം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ജേർണി നമ്മൾ പോയപ്പോഴത്തേക്കും ഫാമിലി ഇപ്പോൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്, നമ്മളെ കാണുന്നത്? ആദ്യം ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ എന്താണോ അതിലേക്കായിരുന്നു എൻ്റെ ഹസ്ബൻഡും ബാക്കി എല്ലാവരും എന്നെ നിന്നിരുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഫുൾ ഫാമിലി സപ്പോർട്ടാണ്. അതിപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡും കിഡ്സും ആദ്യം തന്നെ പറയണം. അതെന്ന് വെച്ചാൽ മക്കളൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു കുറച്ച് ടൈം ഓവർ ടൈം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് ഇനി എന്തെങ്കിലും എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചായ ഇട്ടുതരണോ അതുവരെ ചെയ്തു തരും. ആള് 10 വയസ്സായിട്ടുള്ളൂ. അത്രയും ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഹസ്ബൻഡ് ആയാലും നല്ല സപ്പോർട്ടിംഗ് ആണ്. എന്ത് ചെയ്യാനാണെങ്കിലും നീ ചെയ്തോ, അതിന്റെ കൂടെ ഈ ആക്ഷനും കൂടെ കാണുമ്പോഴത്തേക്ക് അതെങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ സമ്മർ ക്യാമ്പ് ആയിരുന്നു ഭയങ്കര വൻ വിജയമായിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു വിക്ടറി തന്നെ ആയിരുന്നു എൻ്റെ ലൈഫിൽ. ആ സമ്മർ ക്യാമ്പോട് കൂടിയിട്ട് ഹസ്ബൻഡ് എന്നോട് ഇപ്പോൾ എപ്പോഴും എന്ത് കാര്യം വരാണെങ്കിലും എന്നോട് പറയും നിനക്ക് പറ്റുമോ, ചെയ്തോ, അതെന്ത് ആയിക്കോട്ടെ, ഇനി ലോസ് വരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലേക്ക് കൈമാറി. നേരത്തെ സ്റ്റേജ് കണ്ടിട്ടുണ്ട്, പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇത്രത്തോളം ആക്ഷൻ എടുക്കുന്ന, റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിലും നല്ല രീതിയിൽ ആസ് എ മദർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻസ്. പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ ഒരു പാസീവ് ആഗ്രഹങ്ങളിൽ പെട്ടതായിരുന്നു അത്, പ്രൊഡക്റ്റ് ബുക്ക് എന്നുള്ളതൊക്കെ. പ്രൊഡക്റ്റൊക്കെ അറിയാതെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോലുമില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിൽ, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യം അതിലേക്ക് ഞാൻ എങ്ങനെയോ അറിയാതെ എത്തിപ്പെട്ടു. അത് കാരണം വെച്ചാൽ അന്ന് തന്നെ ഗോൾസുകൾ നമ്മൾ എഴുതുമ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ട്, ഉള്ളിലുണ്ട് സംഭവം.
എവിടെ എക്സിക്യൂട്ട് ചെയ്യണം, എവിടെയാണ് ഞാനത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗ്യാപ്പാണ് ഉള്ളൂ. അതുപോലെ യു ആർ എ വെരി ക്രിയേറ്റീവ് പേഴ്സൺ. അപ്പം എല്ലാ സമയത്തും നമ്മളിപ്പം സംസാരിക്കുന്ന സമയത്താണെങ്കിലും യെസ് ഇങ്ങനെയുണ്ട്, പക്ഷെ എപ്പോഴാണ് ഞാനിത് ചെയ്യേണ്ടതെന്നുള്ളതാണ് ടൈം അവിടെയാണ് പ്രശ്നം. പക്ഷെ കറക്റ്റ് ടൈമിൽ അവിടെ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ചാടിക്കോളും. കറക്റ്റ് അല്ലേ? അതിനകത്തോട്ട് ഇപ്പൊ ചാടിക്കോ, ഇപ്പൊ കറക്റ്റ് ടൈമാണെന്ന് പറഞ്ഞാൽ ചാടിക്കോളും. യെസ്. അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം നമ്മളിലേക്ക് വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടെങ്കിലും നമുക്കത് റൈറ്റ് ടൈമിൽ നമ്മൾ ചെയ്തു ഉള്ളതാണ്. അതെ. ഫാമിലീൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആയില്ല. ഞാൻ ഫാമിലി എന്ന് പറയുന്നത് മിയർ എൻ്റെ ഹസ്ബൻഡും മക്കളും മാത്രമല്ല കേട്ടോ. എൻ്റെ പാരൻസ് ആയാലും രണ്ടുപേരുടെയും വീട് അടുത്തെടുത്താൽ അപ്പോൾ എൻ്റെ പാരൻസും എൻ്റെ ഉമ്മയാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണെങ്കിലും മക്കളെ നോക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നന്നായിട്ട് നോക്കും. എനിക്ക് എപ്പോൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും എൻ്റെ ഇപ്പം ഞാൻ ലേറ്റ് ആയിട്ട് വരാണെങ്കിലും ഒരു ക്വസ്റ്റ്യനിങ്ങും ഇല്ലാതെ എന്നെ അത്രയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഒരു ബിസിനസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ടീമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതെല്ലാം മാനേജ് ചെയ്യും. എല്ലാത്തിൻ്റെയും ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ നമ്മളാണല്ലോ അത് ചെയ്യുന്നത്. റിവോൾവ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യലായിട്ട് നിൽക്കുക. പിന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കായി ഇരിക്കുമ്പോഴും നമുക്കൊരു കറക്റ്റ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് മാറാൻ പറ്റും. ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാര്യം എനിക്കറിയാം, ഞാൻ തുടക്ക സമയത്ത് തൊട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ആദ്യം തുടക്ക സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മാം എന്ത് ചെയ്യണം, ഞാൻ എനിക്ക് മൈഗ്രെയിനോ എനിക്ക് തലവേദന എടുക്കുന്നു മാം എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയാം ഓക്കെ ഇപ്പം നമുക്കതൊന്ന് വെയിറ്റ് ചെയ്തിട്ട്. പക്ഷേ എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് മനസ്സിലായി, മാം ഞാൻ മോർണിംഗ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ റെസിലിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് കൂടി, നന്നായിട്ട് കൂടി. എനിക്കറിയാം ഇപ്പം എന്താ ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ എന്ത് വന്നാലും എനിക്കൊരു ടെൻഷൻ ഇല്ല, അത് അതിൻ്റെ സമയത്ത് നടന്നോളും എന്നുള്ളൊരു മൈൻഡ് വന്നു. യെസ്. കാര്യം ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം അലൈൻഡ് ആയി തുടങ്ങിയത്. യെസ്. അവിടെ നമ്മളെ മൈൻഡിൽ എന്ത് ലോ വരുന്നോ എന്ത് അപ്പ് വരുന്നോ അതിനനുസരിച്ച് നമ്മളുടെ റിസൾട്ടും മാറും. യെസ്. അപ്പോൾ അവിടെ ചേഞ്ചസ് വന്നു തുടങ്ങിയപ്പോഴാണ് എക്സ്പാൻഷൻ ലെവലിലേക്ക് വന്നത്. നന്നായിട്ട് ഈസി ആയിട്ട് വരാൻ തുടങ്ങി. അന്ന് ആ ഒരു ഞാൻ എപ്പോഴും പറയും, ആ ഒരു നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ സ്റ്റേജിലോ ഇപ്പം മണിയാണെങ്കിൽ പോലും നമ്മൾ ഫിയറോടുകൂടി ഫ്രസ്ട്രേഷനോട് എനിക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് വരത്തില്ല. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ഇരുന്ന് ഒന്ന് ചിന്തിച്ച്, ഞാൻ എപ്പോഴും പറയുന്നത് സന്തോഷത്തോടെ ഇരുന്ന് സമാധാനമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് വരും. യെസ്. അത് ഫീൽ ചെയ്യാൻ തുടങ്ങിയില്ലേ? യെസ്, 100%. അപ്പോൾ അത് എങ്ങനെ, അത് മാത്രമല്ല ആസ് എ ലീഡറായിട്ട് മാറി. ടീമാണെങ്കിലും എങ്ങനെയാണ് ടീമിൻ്റെ ഒരു ഫീലിംഗ് എന്താണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ടീമിനെ ഞാൻ എൻ്റെ ഒരു ഫാമിലി ഇട്ടാണ് കൊണ്ട് നടക്കാറ്. പക്ഷേ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡെസിഷൻ എടുക്കാനും റൈറ്റ് കമൻസ് കൊടുക്കാനും ഞാൻ നോക്കാറുണ്ട്. ആദ്യം എനിക്കതിന് പറ്റില്ലായിരുന്നു. ആദ്യം ഞാൻ അവരോട് എങ്ങനെയാ പറയാ എന്നുള്ളൊരു വിഷമമുള്ള ആളായിരുന്നു. നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കറിയാം, ഞാനത് ഓർക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ പറഞ്ഞു വിടാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷെ പിന്നെ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ യെസ് മാം ഞാൻ നമുക്ക് വർക്കൗട്ട് ആവില്ല, ഞാൻ ടെർമിനേറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. നമ്മൾക്കും കൂടെ ഹെൽപ്ഫുൾ ആവണം എന്നുള്ളതാണ്. രണ്ട് രീതിയിലും ലോയൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ എൻ്റെ കൂടെ നിർത്താറുള്ളൂ. നമ്മളെപ്പോഴും കംപ്ലീറ്റ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക്, അത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ പോകുന്നത്. അതുമുതലുള്ള സിസ്റ്റം എല്ലാത്തിലും കൊണ്ടുവന്നു. അതെ, അത് വളരെ ഒരു കാര്യമാണ്. കാര്യം എവിടെയൊക്കെ എനിക്ക് റിവ്യൂ, ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും റിവ്യൂ ചെയ്യണമെന്ന്. യു ആർ ഡൂയിങ് അത് അമേസിങ് വർക്ക്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ തെറ്റ് പറ്റി മാം, ഇത് ഞാൻ കറക്റ്റ് ചെയ്യണം. എനിക്ക് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഞാനത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല, അവിടെയാണ് എൻ്റെ പ്രശ്നം വരുന്നത്. എനിക്ക് അവിടെ കറക്റ്റ് ചെയ്യണം. അത് മാറ്റി അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനായിട്ട് ഒരാളെ തന്നെ അസൈൻ ചെയ്തു. അതെ, പിന്നെ അതുപോലെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോരോ അതാണല്ലോ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഓൾസോ ആദ്യമൊന്നും ഒരു അക്കാഡമി എന്നുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ലായിരുന്നു. ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയോ നടന്നു പോകുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ മാം എനിക്ക് അന്ന് മിഷൻ തന്നു, ഇത്ര ടാർഗറ്റ് വീക്ക്ലി വേണം എന്നുള്ള രീതിയിലേക്ക് മാറിയപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ അതിലേക്ക് എത്താനും പറ്റുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ആദ്യം ഒരു അക്കാഡമി എന്ന ബേസിൽ നമുക്കൊരു മീറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറേഞ്ച് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എവറി മൺഡേയും എവറി ഫ്രൈഡേയും മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും. ഒന്ന് പ്ലാൻ മീറ്റിംഗും ഒന്ന് റിവ്യൂ മീറ്റിംഗും. അപ്പോഴാണ് സ്റ്റാഫിനും ഒരു ഉണർവ് വരുന്നത്, ഒരു എനർജി വരുന്നത്. ഞങ്ങൾ ഇത്രയും ചെയ്തു, അത് അപ്രിഷിയേറ്റഡ് ആണ്, ചെയ്തിട്ടില്ല, അത് നെക്സ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡെഡ് ലൈനും വരുന്നത്.
അതൊക്കെ എൻ്റെ നമ്മുടെ ബിസിനസ്സിലേക്ക് വലിയൊരു മാസീവായിട്ടുള്ള ആക്ഷൻസിലേക്കും മാസീവ് റിസൾട്ടിലേക്കും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ലിവറേജ് ചെയ്യേണ്ട ടൈമിലേക്കൊക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ടൈം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എല്ലാം പെട്ടെന്നല്ല, ഞാൻ പറഞ്ഞു ഇവിടെ ആർക്കും ക്വിക്ക് റിച്ച് മണി ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ കമ്മ്യൂണിറ്റി വരുന്നവർക്കില്ല. എവിടെയാണോ ക്ഷമയോടെ നിൽക്കേണ്ടത് അവിടെ ക്ഷമയോടെ നിൽക്കണം, എവിടെയാണോ ആക്ഷൻ എടുക്കേണ്ടത് അവിടെ ആക്ഷൻ എടുക്കുക. ചിലപ്പം സ്പീഡ് ഞാൻ പറഞ്ഞു കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ കറക്റ്റ് ടൈമിൽ നമ്മൾ ലിവറേജിലേക്ക് പോകും എന്നുള്ളതാണ്. സോ എന്താണ് ഈ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ ചേർന്നിട്ട് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് എന്താണ്, എന്താ പറയാനുള്ളത്? ഞാൻ വളരെ അബണ്ടൻ്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. എനിക്ക് മിസ് ചെയ്തൊരു കാര്യം ഗ്രേറ്റ്ഫുൾനെസ് ആയിരുന്നു. ഞാൻ എല്ലാം ഉണ്ട്, എൻ്റെ അടുത്ത് ഉള്ളത് എന്താണെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ ചുറ്റിലും എനിക്ക് ഉള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പോലും ഞാൻ നോക്കുന്നത്. ഗ്രേറ്റ്ഫുൾനെസ് വന്നു. അതുപോലെ തന്നെ അബണ്ടൻ്റ് ഫീലിംഗ് ആണ്. നമുക്ക് കിട്ടും, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. റൈറ്റ് ടൈമിന് നമുക്കത് കിട്ടും എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അതുപോലെ തന്നെ ഒരു ഗോളും ഇല്ലാതെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാനേ പറ്റുള്ളൂ. ഗോൾസ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിലേക്ക് കറക്റ്റ് ടൈമിന് എത്താനും പറ്റും. യെസ്. ഇനി ഒരു 5 years 10 years കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്പൺ ബുക്ക് അക്കാഡമീനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഞാൻ പറഞ്ഞത് നമ്മുടെ കമ്മ്യൂണിറ്റി വരുന്ന ഓരോരുത്തരെ പറ്റി എനിക്കൊരു വിഷനുണ്ട്. അതിനാണ് ഞാൻ ഗൈഡ് ചെയ്യുന്നത് ആ ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ 5 to 10 years എന്താണ് ഓപ്പൺ ബുക്ക് അക്കാഡമി, എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് ഓപ്പൺ ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇൻ്റർനാഷണലി എനിക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആ ഒരു 100 square feet ഇരുന്ന സമയത്ത് മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 branches ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അത് ഇന്ത്യയിൽ എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ്. പക്ഷേ ഗ്രാജ്വലി ഓരോ കാര്യങ്ങളും വർക്ക് ആവാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കിത് എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു 5 to 10 years പ്ലാൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി നമ്മൾ ഗ്രോ ചെയ്യണം എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് എത്താൻ സാധിക്കും. കാര്യം അതിനുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ യുവർ മാർക്കറ്റിംഗ് ആണെങ്കിലും അതുപോലെ വെളിയിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മിഷൻ, നമ്മുടെ ഈ ഒരു സെഷൻസ് കാര്യങ്ങളൊക്കെ അല്ലേ ആഡ്സുകൾ പോകുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലേ എക്സ്പാൻഷൻ അവിടെയും വെളിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ആകെ നമ്മൾ ചേഞ്ച് ചെയ്തത് നമ്മളെ ചേഞ്ച് ചെയ്തത്. റൈറ്റ്, നമ്മളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ മൊത്തത്തിൽ മാറ്റം വരാൻ എളുപ്പമാണ്. അതാണ് സംഭവിച്ചത്. നമ്മളാണ് മാറേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാത്ത പ്രശ്നമുള്ളൂ. യെസ്, ആ തിരിച്ചറിവാണ് നമ്മളുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നത്. യെസ്. അപ്പം ഇവിടെയുള്ള എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെ ഓരോ സ്റ്റോറിയും ഒരുപാട് പേരുടെ ലൈഫിലേക്ക് ചേഞ്ചസ് കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മൈ പ്ലഷർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.